ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം നമ്മൾ പല റീൽസിലും കണ്ടിട്ടുണ്ട് മലയാളം ഫോണ്ടിൽ എഴുതുന്നത് അല്ലേ. നമ്മളിപ്പോൾ ഒരു മഴയുടെ റീലാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ മഴ എന്ന് എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ രാവിലെ വൈകുന്നേരം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് റീൽസിൻ്റെ മുകളിൽ നല്ല അടിപൊളിയായിട്ട് മലയാളത്തിലൊക്കെ എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇൻഫിനിറ്റ് ഡിസൈൻ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ വേണം. അപ്പോൾ ആദ്യം ഞാനത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചതുകൊണ്ട് നമുക്കത് ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ്റെ പേര് ഒന്നുകൂടി പറയാം, ഇൻഫിനിറ്റ് ഡിസൈൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ന്യൂ എന്ന് പറഞ്ഞിട്ടും പിന്നെ വേറൊരെണ്ണം ഇമേജ് എന്ന് പറഞ്ഞിട്ടും കാണിക്കാം. അപ്പോൾ അതിനകത്ത് നമ്മളെ ഗാലറി, ക്യാമറ, സെർച്ച് അതൊക്കെയാണ് ഇമേജിൽ ഉണ്ടാവുക. നമുക്ക് ന്യൂ ആണ് വേണ്ടത്. നമുക്ക് പുതുതായി ടൈപ്പ് ചെയ്യുന്നല്ലേ, അപ്പോൾ ന്യൂ എടുക്കുക. അപ്പോൾ അതിനകത്തൊരു കളർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും താഴെ. അതിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളറാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് ഓൾറെഡി വൈറ്റ് മതി. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പല കളേഴ്സും വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ചൂസ് ചെയ്യാം. അപ്പോൾ എനിക്ക് ബാക്ക്ഗ്രൗണ്ടേ വേണ്ട. അപ്പോൾ ഞാനത് കുറച്ച് കഴിഞ്ഞിട്ട് റിമൂവ് ചെയ്യും. അത് നമുക്ക് ലാസ്റ്റോട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്ത പോലെ തന്നെ വൈറ്റ് കളറിൽ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിന് താഴെ നോക്കിയാൽ കാണാം കുറച്ച് ബ്രഷും കുറേ സർക്കിൾസ് ഒക്കെ കാണാം. അതിനകത്ത് നമുക്ക് ബ്രഷ് സെലക്ട് ചെയ്യാം. അതിനകത്ത് നമ്മൾ ഇങ്ക്, അതുപോലെ ഡാഷ്, ആർട്ടിസ്റ്റ്, സ്കെച്ച്, ടെക്നോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിൽ താഴോട്ടുള്ളതൊന്നും എനിക്ക് എന്താണെന്നറിയില്ല. പിന്നെ ഏറ്റവും മുകളിൽ വരുന്ന രണ്ടെണ്ണം ഇങ്ക്, ഡാഷ് എന്ന് കാണുന്നത് നമ്മൾ എഴുതാൻ യൂസ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് പെന്നുകളാണ് ഓരോന്നും. എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഏത് രീതിയിലൊക്കെയാണ് എഴുതാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് ഓരോന്ന് ചൂസ് ചെയ്യാം. ഞാനിതിൽ ഇങ്കിൽ ഒരു ടാപ്പ് റെഡ് എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ അധികവും എടുക്കാറ്. പിന്നെ കാലിഗ്രഫി ഒക്കെ ഉണ്ട്. അപ്പോൾ എഴുതാൻ നല്ലപോലെ അറിയുന്നവർക്ക് അതൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ എടുക്കുന്നത് ഒരു ടാപ്പ് റെഡ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവമാണ്. അപ്പോൾ അത് ഇവിടുന്ന് നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. ടാപ്പ് റെഡ് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എഴുതേണ്ട ആ ഒരു ഇതിലാണ് പോകുന്നത്. അപ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ താഴെ ആ ഒരു ഇതൊക്കെയുണ്ട്. അതിനകത്ത് ഇപ്പം നമ്മൾ കാണുന്നത് ഇറേസറാണ്. പിന്നെ ഒരു റൗണ്ടിൽ കാണുന്നത് നമ്മൾ എഴുതുന്ന ആ ഒരു തിക്നെസ് ഉണ്ടല്ലോ, അത് കുറക്കുകയും കൂട്ടുകയും ചെയ്യുന്ന സംഭവമാണ്. ആ ഒരു സർക്കിൾ, ഫസ്റ്റ് സർക്കിളിൽ കാണുന്നത് ഇറേസർ കഴിഞ്ഞിട്ട് അപ്പുറത്ത് കാണുന്ന സർക്കിളിൽ അതാണ് തിക്നെസ് കൂട്ടുകയും കുറയ്ക്കുകയും നമുക്ക് ചെയ്യാം. ഇപ്പം ഞാൻ കണ്ടില്ലേ, കുറയ്ക്കുന്നതിനനുസരിച്ച് വളരെ തിന്നായിട്ട് നമുക്ക് ലൈൻസ് വരും. അതായത് എഴുതേണ്ടത് ആ ഒരു സംഭവം വളരെ തിന്നായിട്ട് വരും. കൂട്ടുമ്പോൾ നല്ല തിക്കിൽ നമ്മൾ ഫോണ്ട് എഴുതുമ്പോൾ അങ്ങനെ. പിന്നെ നേരെ ഇങ്ങേ അറ്റത്ത് ഒരു ചെറിയൊരു എറോ മാർക്ക് പോലെ കാണാം. അത് ബാക്ക് സ്പേസ് ആണ് കേട്ടോ. അത് നമ്മൾ അടിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മൾ എഴുതിയതൊക്കെ റിമൂവ് ആയിട്ട് പോകും. അപ്പോൾ അതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ലൈൻ വരും. അതിങ്ങനെ ബാക്കോട്ട് അടിച്ചു കൊടുത്താൽ കംപ്ലീറ്റ് ആയിട്ടും പോയി കിട്ടും. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് സർക്കിൾ എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് കളറിൽ കണ്ടില്ലേ, അത് നമ്മൾ ഇങ്ക് ചൂസ് ചെയ്യുന്നതാണ്. ഏത് ഇങ്കിലാണ് നിങ്ങൾക്ക് എഴുതേണ്ടത്, ഏത് കളറിലാണ് എഴുതേണ്ടത് അത് ചൂസ് ചെയ്യുന്നതാണ് ആ ഒരു സർക്കിൾ. അതിൻ്റെ നേരെ ഇപ്പുറത്തുള്ള സർക്കിൾ എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന കളറിൻ്റെ ലൈറ്റും ഡാർക്കും ഒക്കെ ആക്കാനുള്ള ഒരു ഓപ്ഷനാണ് അത്. അപ്പോൾ നമ്മളിപ്പോൾ ബ്ലൂ സെലക്ട് ചെയ്തപ്പോൾ അതിൻ്റെ ലൈറ്റർ വേർഷനും ഡാർക്കർ വേർഷനും അങ്ങനെയൊക്കെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ എനിക്കിപ്പോൾ ബ്ലാക്ക് മതി. അപ്പോൾ ഞാൻ ബ്ലാക്ക് സെലക്ട് ചെയ്തു. ഇനി ഞാൻ എഴുതി കാണിക്കാം. അപ്പോൾ ഇവിടെ നമ്മളെ വിരൽ കൊണ്ട് നമ്മൾ എഴുതുക. ഇതുപോലെ നമുക്ക് മലയാളത്തിൽ എഴുതി കൊടുക്കാം. പിന്നെ പെന്നൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫോണിൽ എഴുതാറില്ല. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ല ഭംഗിയിലൊക്കെ എഴുതാം. അപ്പോൾ നല്ല രീതിയിൽ നല്ല ഭംഗിയിൽ കുറച്ചുകൂടെ തിക്നെസ്സൊക്കെ കുറച്ചിട്ട് നല്ല ഭംഗിയായിട്ട് എഴുതി കൊടുക്കാം. ഇവിടെ നമ്മൾ എങ്ങനെ എഴുതുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്ന റീലിൻ്റെ മുകളിൽ നമ്മളത് ഫിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ പെന്നൊക്കെ യൂസ് ചെയ്തിട്ട് ഫോണിൻ്റെ മുകളിലായിട്ട് എഴുതാറില്ല. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയിൽ എഴുതാൻ വേണ്ടി കഴിയും. ഇനിയിപ്പം ഞാൻ ഇവിടെ മലയാളം എന്ന് പറഞ്ഞിട്ട് എഴുതാം. എന്നിട്ട് അത് എങ്ങനെയാണ് സേവ് ചെയ്യേണ്ടത് എന്നുകൂടെ കാണിക്കാം. സേവ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഈ മലയാളം എന്ന് എഴുതിയ ആ ഒരു ബ്ലാക്ക് കളറിൽ മാത്രം മതിയല്ലോ. ഈ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേണ്ടാലോ. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് വേണം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് സേവ് ചെയ്യാം. സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ ഒരു 3 ഡോട്ട് കാണാം. അവിടെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സേവ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ സേവ്, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ഷെയർ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ സേവ് ചെയ്യാം. പിന്നെ ഇതിൽ എക്സ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ എഡിറ്റിംഗ് ആപ്ലിക്കേഷനിലോട്ട് നമുക്ക് ഇത് വരണമെങ്കിൽ ഇവിടെ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ എക്സ്പോർട്ട് എടുക്കുക. അവിടെയാണ് ബാക്ക്ഗ്രൗണ്ട് ഡിസേബിൾ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഡിസേബിൾ ചെയ്തിട്ട് അത് എക്സ്പോർട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ ഏത് ആപ്ലിക്കേഷനിലാണോ എഡിറ്റ് ചെയ്യുന്നത്, റീൽസൊക്കെ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഏതാണോ അത് ഓപ്പൺ ചെയ്യുക. ഞാൻ VN ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ VN ഓപ്പൺ ചെയ്തു. അതിൽ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ആ ഒരു റീൽ എടുത്തു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആ ഒരു എഴുതിയത് എങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്ന് നോക്കാം.
ഇത് യൂസ് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും, ഇതിനകത്ത് നമ്മൾ സ്റ്റിക്കേഴ്സ് ഒക്കെ എടുക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതെടുക്കുക. ഈ മുകളിൽ നിന്ന് ആ രണ്ടാമത്തെ ആ ഒരു സംഭവം സ്റ്റിക്കർ എന്ന് പറഞ്ഞിട്ടുള്ള അതെടുക്കാം. അതിലകത്ത് ഏറ്റവും താഴെ ഇമ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് കാണാം. ഏറ്റവും താഴെ ആ സെൻട്രലായിട്ട് ഇമ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് കാണാം. അത് നമ്മൾ പ്രസ് ചെയ്യുക. അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ ഞാൻ മുന്നേ ഇവിടെ കാലിഗ്രഫി മലയാളം എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഫോട്ടോസ് എന്നൊരു ഓപ്ഷൻ കാണാം. ആ ഫോട്ടോസ് നമ്മുടെ ഗാലറിയിലേക്കാണ് പോവുക. അവിടെ നമ്മൾ സേവ് ചെയ്തത് ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇവിടുന്ന് നമ്മളത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നേരെ ആ കാലിഗ്രഫി മലയാളം എന്ന് പറഞ്ഞാൽ അവിടെ വരും. അപ്പോൾ അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ റീൽസിലോട്ട് അത് അപ്ലോഡ് ആവും. അപ്പോൾ അങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾക്ക് അത്ര ക്ലിയർ ഇല്ലാന്ന് തോന്നുന്നു. ഞാൻ സ്ക്രീൻ റെക്കോർഡിംഗ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ എളുപ്പമാണെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നത്. ഞാൻ സ്ക്രീൻ റെക്കോർഡിംഗ് കൂടെ ഒന്ന് കാണിക്കാം. ഇതിലാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കും തോന്നുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ന്യൂ എടുക്കുക. എന്നിട്ട് ഇവിടെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളറ് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ വൈറ്റ് തന്നെ കൊടുത്തു. ഞാൻ പറഞ്ഞല്ലോ അത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് റിമൂവ് ചെയ്യുക. അതുകൊണ്ട് വൈറ്റ് കൊടുത്തിട്ട് ക്രിയേറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിതുപോലെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ളൊരു പേജ് കിട്ടും. അവിടുന്ന് നമ്മൾ ആ ഒരു ബ്രഷിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനകത്ത് ഇങ്കിൽ ടാപ്പ് റെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് നമ്മൾ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് എന്താണോ നമുക്ക് എഴുതി കൊടുക്കേണ്ടത് അത് നമ്മൾ ഇവിടെ എഴുതുക. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടാണ് എഴുതാത്തത്. ഇതിപ്പോൾ ജസ്റ്റ് എങ്ങനെ സേവ് ചെയ്യണമെന്നുള്ളതാണ്, എക്സ്പോർട്ട് ചെയ്യുന്നതാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാനിവിടെ ഒന്ന് കുപ്പിവളാന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഏറ്റവും മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സേവ് ഓപ്ഷൻ ഉണ്ട്, പിന്നെ ഒരു എക്സ്പോർട്ട് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് റീൽസിലൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സ്പോർട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ നമ്മൾ ആ 3 ഡോട്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അവിടെ നമുക്ക് എക്സ്പോർട്ട് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇവിടെയാണ് എക്സ്പോർട്ട് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ എക്സ്പോർട്ട് എടുക്കാം. എന്നിട്ട് ഇവിടെ ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അവിടെ നമ്മൾ ഡിസേബിൾ ചെയ്തിട്ട് സേവ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരെ ഗാലറിയിൽ പോയിട്ട് നമ്മുടെ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഏതാണോ അതെടുക്കുക. അതിനകത്ത് നമ്മൾ റീൽസോ ഷോർട്സോ ഏതാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇത് യൂസ് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും എവിടെയാണ് ആ ഒരു സംഭവങ്ങളൊക്കെ ഇരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ VNL ആണെങ്കിൽ ഇതിൽ മൂന്നാമത്തെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് നോക്കുമ്പോൾ മൂന്നാമത്തെ ഓപ്ഷൻ എടുക്കുക. അതിനകത്ത് സ്റ്റിക്കേഴ്സ് എന്നുള്ള ഓപ്ഷനാണ് എടുക്കേണ്ടത്. സ്റ്റിക്കേഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ ഇമ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇമ്പോർട്ട് പ്രസ് ചെയ്യുക, പിന്നെ പ്ലസ് ആഡ് പ്രസ് ചെയ്യുക. അപ്പോൾ അതിൽ ഫോട്ടോസ് ഉണ്ടാവും. ആ ഫോട്ടോസിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചാൽ ഫോണ്ട് ഉണ്ടാവും. അപ്പോൾ ടെക്സ്റ്റ് എന്താണോ അത് അവിടെ ഉണ്ടാവും. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോൾഡറിലേക്ക് അത് വരും. അപ്പോൾ അവിടുന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ അത് നമ്മുടെ റീൽസിലോ ഷോർട്സിലോ നമുക്കത് അപ്ലോഡായിട്ട് വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ കുപ്പിവള എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്ത് വെച്ചത് ഇവിടെയുണ്ട്. അപ്പോൾ കാലിഗ്രഫി മലയാളം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്ത ഫോൾഡറിലോട്ട് അത് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ അപ്ലോഡ് ചെയ്തു. അങ്ങനെ നമ്മുടെ ഷോർട്സിലോട്ട് കുപ്പിവള എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ മലയാളം ഫോണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയാണ് പലരും ചെയ്യുന്നുണ്ടാവുകയെന്ന് വിചാരിക്കണു. അപ്പോൾ നിങ്ങൾക്ക് ന്യൂ ബിഗിനറൊക്കെ ആണെങ്കിൽ ഇത് വളരെ എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല ഭംഗിയിലൊക്കെ എഴുതി കൊടുത്താൽ അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട. അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.